കഞ്ചാവ് കേസിൽ മുഖം രക്ഷിക്കാൻ എസ്എഫ്ഐ കഞ്ചാവ് കേസ് പ്രതി അഭിരാജിനെ സംഘടനയിൽ നിന്ന് പുറത്താക്കി. ഇന്നലെ നടന്ന യൂണിറ്റ് സമ്മേളനത്തിലാണ് പുറത്താക്കിയത്. എസ്എഫ്ഐ സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവാണ് അഭിരാജിനെ പുറത്താക്കിയ വിവരം പുറത്തുവിട്ടത്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, വലിയ വിമർശനങ്ങൾക്കൊടുവിൽ ഒരു മുഖം രക്ഷിക്കലാണ് ഇവിടെ കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക്കിൽ നടന്നിരിക്കുന്നത്. അവിടെ കിലോ കണക്കിന് കഞ്ചാവ് കൊണ്ടുവന്ന് അവിടെ വിൽപ്പന നടത്തുന്ന ഒരിടമാണ്. അപ്പോൾ ഇത് മാധ്യമങ്ങൾ അറിഞ്ഞ് പോലീസിന്റെ റെയ്ഡ് നടന്ന് മാധ്യമങ്ങൾ അറിഞ്ഞപ്പോൾ ഒരു മുഖം രക്ഷിക്കൽ നടപടിയായിട്ട് മാത്രം ഇതിനെ കണ്ടാൽ പോരെ? നീലിമ, തീർച്ചയായും ഇത് SFIയെ സംബന്ധിച്ചിടത്തോളം ഒരു മുഖം രക്ഷിക്കലാണ്. ആദ്യം ഈ അഭിരാജിനെ സംരക്ഷിക്കാനും അഭിരാജ് യാതൊരു തരത്തിലുള്ള തെറ്റുകാരനല്ല, ഒരു സിഗരറ്റ് പോലും വലിക്കാത്ത ആൾക്കെതിരെയാണ് കഞ്ചാവ് കൈവശം വെച്ചുവെന്ന ആരോപണം ഉയർത്തുന്നത് എന്നെല്ലാം പറഞ്ഞ് അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു നീക്കമായിരുന്നു കഴിഞ്ഞ ദിവസം ഏരിയ സെക്രട്ടറി, അവിടെ ഏരിയ പ്രസിഡന്റ് നേരിട്ടെത്തിക്കൊണ്ട് നടത്തിയത്. മാത്രമല്ല അഭിരാജ് ഈ കാര്യത്തിൽ പൂർണ്ണമായും തന്നെ യാതൊരു തരത്തിൽ പങ്കാളിത്തമില്ലാത്തയാളാണ്, അയാളെ കേസിൽ കൊടുക്കുകയായിരുന്നു. അതിന് പിന്നിൽ KSU ആണ് എന്ന ഒരു ആരോപണവും പോലീസും തങ്ങൾക്കെതിരെ നിൽക്കുകയാണ് എന്നെല്ലാമുള്ള കാര്യങ്ങളാണ് അവിടെ അഭിരാജ് ആണെങ്കിലും ഒപ്പം തന്നെ അന്ന് ഏരിയ പ്രസിഡന്റ് ഉൾപ്പെടെ ദേവദാസ് അടക്കമുള്ള ആളുകൾ പറയുകയും ചെയ്തത്. എന്നാൽ അതിൽ നിന്ന് ഏറെ പിന്നോട്ട് പോകേണ്ടി വന്നു SFI നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം. കാരണം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു, ഗ്രാമിൽ അളവിൽ കുറവായതുകൊണ്ട് മാത്രം ജാമ്യം ലഭിച്ചു. എന്നാൽ ആ കേസ് അതേപടി നിലനിൽക്കുന്നു. സ്വാഭാവികമായും SFI ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു എന്തുകൊണ്ട് KSU നേതാക്കൾക്കെതിരെ ഏറ്റവും അധികം തൂക്കത്തിൽ അളവിൽ പിടിച്ചിരിക്കുന്നത് 2 കിലോയോളം കഞ്ചാവ് പിടിച്ചത് KSU നേതാക്കളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ എന്ത് നടപടിയെടുത്തു KSU നേതാക്കൾ എന്ന് SFI ചോദിക്കുന്നു. അങ്ങനെ പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ കഞ്ചാവിൻ്റെ അളവ് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കൈവശം കുറച്ചളവ് മാത്രമാണ് പിടിച്ചത്, മറുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്നാണ് ഏറ്റവും അധികം പിടിച്ചത് എന്നെല്ലാം പറഞ്ഞ് ന്യായീകരിക്കുകയും എല്ലാം ചെയ്യുന്ന അതേ ഘട്ടത്തിലാണ് പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അച്ചടക്ക നടപടി അല്ലെങ്കിൽ തുടർ നടപടി എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നത് ഇപ്പോൾ ഇത് സംബന്ധിച്ച് വിശദമായ കാര്യങ്ങൾ പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും നടപടി എന്നതായിരുന്നു ഇന്നലെയും നേതാക്കളടക്കം പ്രതികരിച്ചിരുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇന്നലെ യൂണിറ്റ് സമ്മേളനം ചേർന്നു. നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതായിരുന്നു ഈ ഒരു യൂണിറ്റ് സമ്മേളനം ചേരുന്നതിന് വേണ്ടി. അങ്ങനെ യൂണിറ്റ് സമ്മേളനം മാറ്റമില്ലാതെ തന്നെ നടത്തി. ആ യൂണിറ്റ് സമ്മേളനത്തിലാണ് ഇയാളെ പുറത്താക്കാനുള്ള, അഭിരാജിനെ പുറത്താക്കാനുള്ള ഒരു തീരുമാനമെടുത്തത്. അഭിരാജ് സംഘടനയുടെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഭാരവാഹിത്വത്തിൽ ഉണ്ടായിരുന്ന ആളല്ല, കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു. എന്നാൽ പ്രധാനപ്പെട്ട ഭാരവാഹിത്വത്തിൽ ഉണ്ടായിരുന്നില്ല, അംഗമായിരുന്നു എന്ന കാര്യം തങ്ങൾ സമ്മതിക്കുന്നു എന്നും SFI നേതാവിന് ഒടുവിൽ പറയേണ്ടി വന്നു. അങ്ങനെയാണ് ഒരു അച്ചടക്ക നടപടി. കാരണം ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ ഉടനീളം സഞ്ജീവ് പ്രധാനമായും ശ്രമിച്ചിരുന്നത് മാധ്യമങ്ങളെ കുറ്റപ്പെടുത്താനായിരുന്നു. മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ SFIക്കെതിരെ തിരിയുന്നു. പത്രങ്ങളാണെങ്കിലും ചാനലുകളാണെങ്കിലും എല്ലാം തന്നെ വാർത്തകൾ തുടർച്ചയായി SFIക്കെതിരെ ആവർത്തിച്ച് നൽകുന്നു. പ്രതിപക്ഷ നേതാവ് തങ്ങൾക്കെതിരെ നിരന്തരം പറയുന്നു. ഒരിക്കൽ പോലും KSU നേതാക്കൾ പങ്കാളികളാണ് എന്നത് സംബന്ധിച്ച് പേരടക്കം പറയാൻ തയ്യാറാകുന്നില്ല എന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളെ തുടർച്ചയായി വിമർശിക്കാനുള്ള ഒരു ശ്രമം തന്നെയായിരുന്നു അവിടെ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി തന്നെ നടത്തിയത്. എന്നാൽ മാധ്യമങ്ങളുടെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമായി മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി എടുത്തു എന്ന കാര്യം പോലും പറയുന്നത്. കാരണം യൂണിറ്റ് സമ്മേളനം വിളിച്ചു ചേർത്തു, നേരത്തെ തീരുമാനിച്ച യൂണിറ്റ് സമ്മേളനമാണ്. ഈ ഒരു കഞ്ചാവ് കേസ് പിടിക്കപ്പെടുന്നു, അതിന്റെ തൊട്ട് അടുത്ത ദിവസം അത്തരത്തിലുള്ള ഒരു യൂണിറ്റ് സമ്മേളനം നേരത്തെ നിശ്ചയിച്ചത് എന്ന പേരിൽ വിളിച്ചുകൂട്ടി നടപടി എടുത്തു എന്നെല്ലാമുള്ള ഒരു വിശദീകരണമാണ് നൽകുന്നത്. സ്വാഭാവികമായും SFIയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതിരോധം തന്നെ തീർക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് ആയിരുന്നു, പ്രതിരോധത്തിലേക്ക് അവർ മാറിയിരുന്നു. കാരണം എല്ലാ ക്യാമ്പസുകളിലും SFIക്ക് അപ്രമാദിത്വമുള്ള എല്ലാ ക്യാമ്പസുകളിലും ഇത്തരത്തിൽ ലഹരി സംഘങ്ങൾ പിടിമുറുക്കുന്നു. ലഹരിയുമായി ചെറിയ അളവിലും വലിയ അളവിലും എല്ലാം തന്നെ ലഹരിയുമായി പിടിയിലാകുന്ന ആളുകളിൽ SFIയുടെ ഭാരവാഹികളും CPMന്റെ ഭാരവാഹികളും DYFIയുടെ ഭാരവാഹികളും എല്ലാം തന്നെ ഉൾപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. സ്വാഭാവികമായും SFIയെ സംബന്ധിച്ചിടത്തോളം ന്യായീകരിച്ച് നിൽക്കാൻ കഴിയുന്നില്ല. തങ്ങൾക്കെതിരെ മാധ്യമ അജണ്ടയുണ്ട് എന്നെല്ലാം പ്രഖ്യാപിക്കുന്ന അതേ ഘട്ടത്തിൽ പോലും ഇത്തരത്തിൽ ഒരു ഭാഗത്ത് കേസുകൾ കുമിഞ്ഞുകൂടുന്നു, അതും ലഹരി കേസുകൾ തന്നെ. കൃത്യമായി ഇതിനെതിരെ ലഹരിക്കെതിരെ പ്രചരണം നടത്തിയിരുന്നു കളമശ്ശേരി പോളിടെക്നിക്കിൽ അടക്കം എന്ന് പറയുമ്പോഴാണ് SFI നേതൃത്വത്തിന് വലിയ തോതിൽ സ്വാധീനമുള്ള ആ ഒരു ഹോസ്റ്റലിൽ നിന്ന് തന്നെ ലഹരി കഞ്ചാവ് പിടികൂടുന്നത്, അതും വലിയ അളവിലുള്ള കഞ്ചാവ് പിടികൂടുന്നു. ചെറിയ അളവുകളിലാക്കി വിൽക്കുന്നതിന് വേണ്ടി മാറ്റുന്നതിനുള്ള ശ്രമം നടക്കുമ്പോൾ തന്നെയാണ് ഈ ആളുകളെ എല്ലാം പിടിക്കപ്പെടുകയും ചെയ്യുന്നത്.
എന്നുള്ളത്. അങ്ങനെ തുടക്കത്തിൽ ന്യായീകരിക്കാനും പിടിച്ചു നിൽക്കാനും എല്ലാം ശ്രമിച്ചുകൊണ്ട് ഒടുവിൽ പുറത്താക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു. ആ പ്രവർത്തകനെ പുറത്താക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിയൻ ഭാരവാഹിത്വം വഹിച്ച ആളെ, SFIയുടെ ഭാരവാഹിത്വം വഹിച്ച ആളെ ഒടുവിൽ പുറത്താക്കേണ്ട സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു. സ്വാഭാവികമായും വലിയ ചോദ്യങ്ങൾ ഉണ്ടായപ്പോൾ തന്നെയാണ്, അല്ലെങ്കിൽ എന്ത് നടപടിയെടുത്തു എന്നത് ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യമായി നിലനിന്ന ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ നടപടി എടുത്തിരിക്കുന്നത്. എന്നാൽ അവിടെയും കൃത്യമായി തന്നെ മാധ്യമങ്ങളെ പഴിചാരി രക്ഷപ്പെടാനുള്ള ഒരു നീക്കങ്ങൾ SFIയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി എടുത്തോ, അല്ലെങ്കിൽ ഇപ്പോൾ പ്രിൻസിപ്പളാണ് ഇങ്ങനെ ഒരു ലഹരി കച്ചവടം അവിടെ നടക്കുന്ന കാര്യം പോലീസിനെ അറിയിച്ചത്. സ്വാഭാവികമായും ഹോസ്റ്റലിൽ വലിയ അപ്രമാദിത്വമുള്ള SFIക്ക് അവിടെ നടക്കുന്ന ചെറിയ കാര്യങ്ങൾ പോലും പരാതികളായും പരിഭവങ്ങളായും എല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന SFIയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ലഹരി ഇടപാടുകൾ നടക്കുന്നുണ്ട്. നിരവധി ആ ഹോസ്റ്റൽ മുറികളിൽ നിരവധി മുറികളിൽ ലഹരി എത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് എന്നെല്ലാം മനസ്സിലാക്കാൻ കഴിയാതെ പോയി എന്നതിനപ്പുറം മനസ്സിലാക്കിയിട്ടും അത് രഹസ്യമാക്കി വെക്കാൻ ശ്രമിച്ചു എന്നതാണ് യാഥാർത്ഥ്യമെന്ന കൃത്യമായി തന്നെ വിരൽ ചൂണ്ടപ്പെടുമ്പോഴാണ് SFI അവിടെ ഈ ഒരു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രതിരോധത്തിന്റെ സ്ഥിതിയിലേക്ക് വരികയും ആ ഒരു പ്രവർത്തകനെ പുറത്താക്കിക്കൊണ്ട് SFI അംഗത്വത്തിൽ നിന്ന് പുറത്താക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോഴും ന്യായീകരിച്ച് പിടിച്ചു നിൽക്കാനുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ തങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പങ്കാളിത്തവുമില്ല. കൂടുതൽ ആളുകൾ അതിൽ SFIയുടെ ഭാരവാഹികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല. വിദ്യാർത്ഥികൾ എന്ന നിലയിൽ ആളുകൾ പങ്കാളികളായിട്ടുണ്ടാകാം. KSU നേതാക്കൾ, KSU നേതൃത്വത്തിൽപ്പെട്ട ആളുകൾ, കോളേജ് യൂണിറ്റിലെ ഭാരവാഹികളായിരുന്നവരും മുൻ ഭാരവാഹികളായിരുന്ന അടക്കം ഇത്തരത്തിൽ ഈ ലഹരി കേസിന്റെ ഭാഗമായി മാറുകയായിരുന്നു എന്ന കാര്യമെല്ലാം പറഞ്ഞുകൊണ്ടുള്ള ഒരു നീക്കമാണ് SFIയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. എന്ത് തന്നെയായാലും SFIക്ക് ഒടുവിൽ ആ കഞ്ചാവ് കേസിൽ ഉൾപ്പെട്ട പ്രതിയെ, SFI നേതാവായിട്ടുള്ള നിരവധി സമരമുഖങ്ങളിൽ SFIക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ആളെ പുറത്താക്കിക്കൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് പോകേണ്ടി വന്നു എന്നത് തന്നെ കേരളീയ ജനസമൂഹം ഇത്തരത്തിൽ ലഹരിക്കെതിരെയും ലഹരിക്ക് പിന്തുണ നൽകുകയും ലഹരിയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾക്കെതിരായി വലിയ തോതിലുള്ള പ്രതിരോധം തീർക്കുന്നു എന്ന് മനസ്സിലാക്കിയ ഘട്ടത്തിൽ മാത്രമാണ് എന്നതാണ് ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യം. ശരി, കളമശ്ശേരി കഞ്ചാവ് കേസിൽ മുഖം രക്ഷിക്കാൻ SFI